ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. വിശയാൽ പ്രിയമുള്ളവരെ, ഇന്ന് നാം ശ്രവിക്കുന്ന വചനം ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 8-ാം തിരുവചനം. ചിലത് നല്ല നിലത്ത് വീണു, അത് വളർന്ന് 100 മേനി ഫലം പുറപ്പെടുവിച്ചു. തുടർന്ന് അവൻ സ്വരമുയർത്തി പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ വചനത്തിലൂടെ ഈശോ നാം ഓരോരുത്തരോടും സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, 25 നോയമ്പിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ, ക്രിസ്മസിനായി നാം ഒരുങ്ങുമ്പോൾ, നാം നമ്മുടെ അടുത്ത സ്ഥലങ്ങളിലും സ്വഭവനങ്ങളിലുമെല്ലാം മനോഹരമായ പുൽക്കൂടുകളും എല്ലാം ഒരുക്കി നാം ക്രിസ്മസിനായി ഒരുങ്ങുകയാണ്. ഡെയിലി പള്ളിയിൽ പോവും, നോയമ്പ് എടുക്കും, അങ്ങനെ പല ഭക്താനുഷ്ഠാനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിലേക്ക് ആ യേശുവിനെ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് അല്പസമയം ഒന്ന് ചിന്തിക്കാം. നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ആരെങ്കിലും ഭാരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നാം ആരെങ്കിലും ഭാരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മുടെ ഹൃദയത്തിൽ കിടപ്പുണ്ടെങ്കിൽ, നാം അനുഷ്ഠിക്കുന്ന ആ ഭക്താനുഷ്ഠാനങ്ങൾ ഫലം കുറയാൻ സാധ്യതയുണ്ട് എന്ന് ഈ വചനത്തിലൂടെ ഈശോ നാം ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ ക്രിസ്മസിനായി ഒരുങ്ങുന്ന ഈ സമയത്ത് നാം എടുക്കുന്ന ഭക്താനുഷ്ഠാനങ്ങൾ പൂർണ്ണമായ ഫലം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുവാൻ, യഥാർത്ഥത്തിൽ നാം ഓരോരുത്തരും ഓരോ പുൽക്കൂടായി മാറാൻ, നമ്മളെ ഭാരപ്പെടുത്തിയത്, നമ്മളെ പ്രയാസപ്പെടുത്തിയത്, നമ്മളെ സങ്കടപ്പെടുത്തിയത്, നമ്മളെ വേദനിപ്പിച്ച അനുഭവങ്ങൾ, ക്ഷമിക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ, കാണുമ്പോൾ ഒന്നും മിണ്ടാൻ പറ്റാതെ വിഷമിച്ച് മാറിപ്പോകുന്ന അനുഭവങ്ങൾ, ഇവയെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് പരിപൂർണ സൗഖ്യത്തിനായി ആഗ്രഹിച്ചുകൊണ്ട് ഈ ഒരു ക്രിസ്മസിനായി നാം ഓരോരുത്തരും ഒരുങ്ങുമ്പോൾ, നമ്മുടെ ഹൃദയം ആകുന്ന ആ ഒരു പുൽക്കൂട് ആയിത്തീരുവാൻ നാം എടുക്കുന്ന ഓരോ ഭക്താനുഷ്ഠാനങ്ങളും, നാം എടുക്കുന്ന ഈ സമയത്തെ നോയമ്പ് ആചരണവും കുർബാനയും കുമ്പസാരവും എല്ലാം നമ്മുടെ ഹൃദയത്തിൽ നല്ലൊരു പുൽക്കൂടായിത്തീരുവാൻ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ മാറ്റാൻ പറ്റാതെ കിടക്കുന്ന എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും പാപ സാഹചര്യങ്ങളും മാറ്റി തന്നുകൊണ്ട് എൻ്റെ ഹൃദയം 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ തക്ക വിധം അവിടുന്ന് എൻ്റെ ഹൃദയത്തെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.